നമുക്ക് ചോദിച്ചു പോവാം. മഞ്ചൂർ റൂട്ട് ഏതാ? മഞ്ചൂർ அங்கே போய் கீழே மேற்குள்ள ரோடுங்க. சரி, மேற்குள்ள ரோடு ஒன்று ஃபஸ்ட்டு ரெண்டுக்கு அப்படி போகணும். அந்த கட்டு போயிடும். சரி சரி, ஓகே, தேங்க்யூ. அண்ணா மஞ்சூர் ரூட்டு. மஞ்சூரா? இது வந்து ஓட்டுப்பட்ட ரோடு. சரி, இதெல்லாம் ரோடு. இது ஓட்டுப்பட்ட. அது கீழே போகிறது ஊட்டி ரோடு. അല്ല, മഞ്ചൂർ. അണ്ണാ മഞ്ചൂർ റൂട്ട് ഏതാ? மஞ்சூர் ரூட் இந்த பக்கம். இப்போ நீங்கள் வந்தீங்களா? வந்த ரூட்லேயே மாதிரி காட்டேரின்னு ஒரு பெரிய ஜங்ஷன். சரி, அது வந்து ஒரே செக்ஷன். அப்படியா? பின்னாடி போட்டேன். കാട്ടേരി. നിന്നെ കണ്ടിട്ട് കുറെ നാളായല്ലോട്ടെ. ഒന്ന് കറങ്ങി മദ്രാസ്, ബാംഗ്ലൂർ, ബോംബെ, കൽപ്പാത്തി, ആലപ്പുഴ, ചാകര, തൃശൂർ, കൊയിലാണ്ടി, സുൽത്താൻ ബത്തേരി, അങ്ങനെ തിരക്കിട്ടൊരു ടൂർ പരിപാടി. അണ്ണാ കാട്ടേരി ജംഗ്ഷൻ. அப்படி போய் லெஃப்ட்டில் போகணும். எனக்கு மஞ்சூர் போகணும். மஞ்சூர் இப்படி போய் லெஃப்ட்டில் போகணும். பெரிய ஆஃபீஸில் போய் லெஃப்ட்டில் போனால் அங்கே பெரிய டர்னிங் வரும். மஞ்சூர் ரைட் சைடு. അതായത് இந்த ரோடல்ல, கீழ் ரோடு தாழ்வு. அங்கே போகணும். தாழ்வு போயிட்டு அவர் பெரிய டர்னிங் வரும். சரி, அப்புறம் ரைட் சைடு. சரி, ஓகே, தேங்க்யூ. നമുക്ക് ചോദിച്ചു പോവാം. ஹலோ, எக்ஸ்கியூஸ் மீ, காட்டேரி ஜங்ஷனுங்க. காட்டேரி ஒரு 2 கிலோமீட்டர் போகணும். ஸ்ட்ரைட் ரோடா? ஒரே ரோடு தாங்க, வேறு ரோடு இல்லை. எனக்கு மஞ்சூர் போகணும். காட்டேரி போயிட்டா ஜங்ஷன். இங்கே போனோன்னா 3 ரோடு பிரியும், ரைட்டில் போயிடும். ഓക്കെ, താങ്ക്യൂ. കോത്തഗിരിയുടെ മനോഹാരിതയും കണ്ട് കൂനൂരിൻ്റെ തിരക്കുകൾ പിന്നിട്ട് ഇനി നമ്മൾ നീലഗിരിയുടെ ഏറ്റവും വന്യമായ, ഏറ്റവും ശാന്തമായ മഞ്ചൂർ പാതയിലേക്ക് കടക്കുകയാണ്. കോത്തഗിരിയിലെ ആ മനോഹരമായ കാഴ്ചകൾ കണ്ട് നമ്മൾ കൂനൂരിൽ എത്തിച്ചേർന്നു. ഇപ്പോൾ ഇതാ കൂനൂരിൻ്റെ തിരക്കുകളിൽ നിന്ന് മാറി നീലഗിരിയുടെ ഹൃദയമിടിപ്പ് തേടി നമ്മൾ മഞ്ചൂരിലേക്കുള്ള യാത്ര തുടരുകയാണ്. ഒന്ന് കറങ്ങി കേട്ടോ കൂട്ടത്തിൽ. എന്തായാലും ടൗൺ വിട്ട് പുറത്ത് കിടക്കുമ്പോൾ തന്നെ റോഡിൻ്റെ ഭാവം മാറിയിട്ടുണ്ട്. ഇടത്തോട്ട് നോക്കിയാൽ നമുക്ക് റെയിൽപാളം കാണാം. പക്ഷേ ഇടത്തോട്ട് ചെരിഞ്ഞ് ഹെൽമറ്റ് നോക്കുന്നത് കൊണ്ടും ഈ മൗണ്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഗോപ്രോയിൽ ആ ദൃശ്യങ്ങളൊന്നും ലഭ്യമല്ല കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയാത്തത്. എന്തായാലും വലത്തോട്ട് നോക്കിയാൽ താഴെ അഗാധമായ താഴ്വരകളിൽ ഉറങ്ങുന്ന കൂനൂർ പട്ടണത്തെയും നമുക്ക് കാണാനായി പറ്റുമെന്നുള്ളതാണ് കഥ. നമ്മുടെ ബൈക്കിൻ്റെ എൻജിൻ്റെ ആ ഒരു ഗർജനമുണ്ടല്ലോ, ഈ തണുത്ത കാറ്റിൽ ഇങ്ങനെ അലിഞ്ഞു ചേരുമ്പോൾ മനസ്സിൽ ഒരു പ്രത്യേക ആവേശം നിറയുകയാണ്. ഇതിനിടയ്ക്ക് കാര്യമായി ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഇതേപോലുള്ള ഹിൽ ഏരിയകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിനിണങ്ങിയ ഭക്ഷണമൊന്നും കിട്ടില്ല, അതിന് സാധ്യത കുറവാണ് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. Don't push back. Oh. Don't push back. Oh. Don't push back. Oh. Don't push back. Don't push back. Oh. Don't push back. Oh. Don't push back. Don't push back. Constant thunder. റൈഡിങ്ങിൽ ഇതേപോലെ ഹെൽമെറ്റ് ക്യാമ്പ് മൗണ്ട് ചെയ്ത് പോകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നേരെ മുമ്പിലുള്ള കാഴ്ചകൾ മാത്രമാണ്. ഞാനാണെങ്കിൽ അങ്ങനെ സൈറ്റ് സീയിങ്ങിൽ കാര്യമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരാളാണ്. ഉൾപാതകളിലൂടെ അല്ലെങ്കിൽ ഉള്ളേരിയകളിലൂടെ നമുക്ക് ഇത്തരം റൈഡുകളിൽ യാത്ര ചെയ്ത് പോവുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ അതിനുവേണ്ട സമയം ഒന്നും ലഭിക്കാറില്ല. ഇപ്പോൾ കോത്തഗിരിയിൽ പോയിട്ട് തന്നെ നമുക്ക് കാര്യമായ ദൃശ്യങ്ങൾ, ആ ഒരു ദൃശ്യഭംഗി പകർത്താനൊന്നും നമുക്ക് ഉൾഭാഗങ്ങളിലേക്കോ അതിൻ്റെ ഗ്രാമങ്ങളിലേക്കോ ഒന്നും ഇറങ്ങിച്ചെല്ലാനായില്ല. ഇനി അതിനുവേണ്ടി മറ്റൊരു യാത്ര നടത്തേണ്ടി വരും. തീർച്ചയായിട്ടും ഇതുപോലുള്ള റൈഡിങ് വീഡിയോ നമ്മൾ കണക്ക് കൂട്ടി പോകുമ്പോൾ അത്തരത്തിൽ
പരിമിതമായ ദൃശ്യങ്ങൾ മാത്രമാണ് നമുക്ക് ലഭിക്കുക. എന്തായാലും കുറേ അധികം ഗ്രാമങ്ങളും ചെറിയ പട്ടണ ഭാഗങ്ങളൊക്കെ പിന്നിട്ടുകൊണ്ട് നമ്മൾ മഞ്ചൂരിനെ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തേയിലത്തോട്ടങ്ങളിലെ പച്ചപ്പും വളവുകളും എല്ലാം നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളായിട്ട് കടന്നു പോകുന്നുണ്ട് കേട്ടോ. അതായത് ഈ മനോഹരമായ തേയിലത്തോട്ടങ്ങൾ അങ്ങ് ദൂരെ മലനിരകളിൽ വെള്ളിനീണ്ടു പോലെ വെള്ളച്ചാട്ടങ്ങൾ ഒക്കെ നമുക്ക് കാണാം. ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഹെൽമെറ്റ് ക്യാമിൻ്റെ ആ ഒരു പരിമിതി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ദൃശ്യങ്ങളുടെ ഈ മനോഹാരിത പൂർണ്ണമായിട്ട് ഒപ്പിയെടുക്കാൻ കഴിയാത്ത അത്ര എന്താ പറയുക പരിമിതം എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും മഞ്ചൂരിലേക്കുള്ള ഈ ഒരു വലത്തേക്കുള്ള വഴിയിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഓരോ ഹെയർ പിൻ വളവിലും നമ്മുടെ ബൈക്ക് ഒന്ന് ചെരിയുമ്പോൾ ടയറുകൾ ടാർ റോഡിനെ ചുംബിച്ച് നീങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖമുണ്ടല്ലോ. മഞ്ചൂർ റോഡിൻ്റെ പ്രത്യേകത എന്താണെന്നാൽ ഇവിടെ തിരക്ക് കുറവാണ്. വായുവിന് ഐസ് കട്ടയുടെ തണുപ്പും ഹെൽമറ്റിനുള്ളിലേക്ക് അരിച്ചെത്തുന്ന മണമുണ്ടല്ലോ, അത് ശുദ്ധമായ പ്രകൃതിയുടേതാണ്. ഈ റൂട്ടിൽ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ പ്രകൃതിയുമായി ഒന്നായി അങ്ങ് ചേർന്ന് വല്ലാത്ത ഒരവസ്ഥയിലേക്ക്, ഒരു നിർവൃതിയിലേക്ക് ലയിച്ചു പോകും. യാത്ര പകുതിയായിട്ടുണ്ട് കേട്ടോ. തേയിലത്തോട്ടങ്ങളൊക്കെ മാറി വലിയ മരങ്ങളും ഒക്കെ നിറഞ്ഞ കാട് വരാൻ തുടങ്ങുന്നുണ്ട് നമുക്ക് മുന്നിൽ. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ പാത വന്യജീവികളുടെ സാന്നിധ്യമുള്ള ഇടമാണ്. ഭാഗ്യമുണ്ടെങ്കിൽ ഒരുപക്ഷെ നിർഭാഗ്യമോ, കാരണം ഈ വന്യമൃഗങ്ങൾ ഒന്ന് നമ്മുടെ മുന്നിൽപ്പെട്ടാൽ, അവ അക്രമാസക്തരായാൽ പിന്നീട് സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ പരിപൂർണ ഉത്തരവാദിത്തം നമുക്ക് തന്നെയായിരിക്കും. എപ്പോഴും നമ്മൾ സേഫ്റ്റി എപ്പോഴും മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഇത്തരത്തിലുള്ള വനപാതകളിലൂടെയുള്ള യാത്രകൾ പൂർത്തിയാക്കാൻ. അപ്പോൾ അതിന് വേണ്ട ഒരു സേഫ്റ്റി മെഷേഴ്സ് എപ്പോഴും നമ്മൾ കണ്ടെത്തണമെന്നുള്ളതാണ്. കൃത്യമായ ഒരു അകലം പാലിച്ചുകൊണ്ട്, വളവുകളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട്, അതേപോലെ ഓവർ സ്പീഡ് ഒരു കാരണവശാലും നമുക്ക് എന്താ പറയുക പ്രോത്സാഹിപ്പിക്കാനേ കഴിയില്ല. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള വനപാതകളിലൂടെ വന്യമായ രൂപത്തിൽ റാഷ് ഡ്രൈവിംഗ് ചെയ്യുന്നവരുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ റോഡിൽ അവിടെ ഇവിടെയായിട്ട് നമുക്ക് കാണാൻ പറ്റും റാഷ് ഡ്രൈവിങ് ചെയ്യരുത്, സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ് എന്നൊക്കെ പറയുന്ന ബോർഡുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ വീഡിയോയിൽ അവിടെ ഇവിടെ നിങ്ങൾക്കത് കാണാം കേട്ടോ. അപ്പോൾ ഇത്തരത്തിലാണ് ഇതിൻ്റെ ഒരു പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് റോഡിലുള്ള ആ ഒരു മാന്യമായ റൈഡിംഗ് അനുഭവം ലഭിക്കാൻ മാന്യമായി തന്നെ സേഫ് ആയിക്കൊണ്ട് ഡ്രൈവ് ചെയ്യുക എന്നുള്ളതാണ്. കാടിൻ്റെ വന്യതയും റോഡിൻ്റെ ഏകാന്തതയും എല്ലാം ഒത്തുചേരുന്ന ഈ ഭാഗങ്ങളിൽ നമ്മൾ ബൈക്കിൻ്റെ വേഗത അല്പം കുറയ്ക്കുക തന്നെ വേണമല്ലേ. കാറ്റിൻ്റെ ശബ്ദവും ടയറുകളുടെ തേയ്മാനവും ഒഴിച്ചാൽ ചുറ്റും വല്ലാത്തൊരു നിശബ്ദത പോലെ തോന്നും. ആ നിശബ്ദതയ്ക്ക് പോലും ഒരു ഭംഗിയുമുണ്ട്. നമ്മൾ ഉയരങ്ങളിലേക്ക് കടക്കുകയാണ്. മുൻപിൽ കാണുന്ന വളവ് തിരിയുമ്പോൾ ചിലപ്പോൾ റോഡ് കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. മൂടൽ മഞ്ഞ് എപ്പോഴാണ് അതിഥികളാവുക എന്ന് പറയാനാവാത്ത മനോഹരമായ, ഏത് നിമിഷവും മഞ്ഞ് പെയ്യുന്ന, മഴ പെയ്യുന്ന മഞ്ചൂർ. കട്ടിയുള്ള മൂടൽമഞ്ഞ് വിരലുകൾ കൊണ്ട് തൊടാൻ കഴിയുന്ന അത്രയും അടുത്ത് നിൽക്കുന്ന മേഘങ്ങൾ പോലെ ഈ മഞ്ഞിലൂടെ ഹെഡ്ലൈറ്റ് ഇട്ട് പതിയെ നീങ്ങുമ്പോൾ ഒരു സ്വപ്നലോകത്താണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. ആവശ്യമുള്ള സമയത്ത് നമുക്ക് മഞ്ഞ ലൈറ്റുകൾ ഉപയോഗിക്കാനാവണം അല്ലേ. എപ്പോഴും ഫോഗ് ലാമ്പുകൾ സെറ്റ് ചെയ്യുന്നതും ബൈക്കിൽ നല്ലതാണ്. റോയൽ എൻഫീൽഡ് ഇതുപോലുള്ള ഹില്ലേരിയകളുടെ യാത്രകൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത സാന്നിധ്യമാണ്. ഓരോ വളവും ഒരു സസ്പെൻസാണ്. വളവ് കഴിയുമ്പോൾ കാണുന്നത് ഒരു പക്ഷേ അതിമനോഹരമായ ഒരു താഴ്വരയോ അതല്ലെങ്കിൽ മനോഹരമായ ഒരു പുൽമേടോ ആയിരിക്കും. ഏകദേശം 30 കിലോമീറ്ററോളം നീളുന്ന ഈ അവിസ്മരണീയമായ റൈഡ് മഞ്ചൂർ ടൗണിലേക്ക് അടുക്കുകയാണ്. മഞ്ചൂർ എസ്റ്റേറ്റുകളുടെ ഭംഗി വർണ്ണനാതീതമാണ്. ദൂരെയുള്ള ഡാമുകളുടെയും പവർ പ്രോജക്റ്റുകളുടെയും വ്യൂ പോയിന്റുകൾ ഈ യാത്രയുടെ മാറ്റുകൂട്ടുന്നു. തണുപ്പ് അസ്ഥികളിലേക്ക് അരിച്ചെത്തിയിരിക്കുന്നു. പക്ഷേ ഈ യാത്ര നൽകുന്ന ആവേശം അതിനേക്കാൾ വലുതാണ്. കോത്തഗിരിയിൽ തുടങ്ങി കൂനൂർ വഴി മഞ്ചൂരിൽ നമ്മൾ ഈ യാത്ര താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണ്. പക്ഷേ ഓർക്കുക, നീലഗിരിയുടെ ഓരോ വളവും ഓരോ അനുഭവമാണ്. അടുത്ത യാത്രയിൽ വീണ്ടും കാണുന്നതുവരെ ബി സേഫ്, റൈഡ് ഹാർഡ്, ഗുഡ് ബൈ.